കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശിഥിലമാവുകയാണോ, ഛിന്ന ഭിന്നമാവുകയാണോ? ചുമ്മാ ക്യാമറയുടെ മുന്നിൽ വന്നു നിന്നുകൊണ്ട് അനാവശ്യം പറയല്ലേ എന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് ചോദിച്ചേക്കാം. പ്രത്യേകിച്ച് ഇടതുപക്ഷ പ്രവർത്തകർക്ക് ചോദിച്ചേക്കാം. അവരെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് വേദനാകരമായ ഒരു അഭിപ്രായ പ്രകടനമാണ് ഞാൻ നടത്തുന്നത്. ഇടതുപക്ഷ മുന്നണി ഛിന്ന ഭിന്നമാവുകയാണോ, ശിഥിലമാവുകയാണോ എന്ന് ചോദിക്കുന്നത് സ്വാഭാവികമായിട്ട് ഇടതുപക്ഷ പ്രവർത്തകർക്ക് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് അവർക്ക് അങ്ങനെ ചോദിക്കാം. നിങ്ങൾ ക്യാമറ മുന്നിലുള്ളത് കൊണ്ട്, ഒരു ചാനൽ കയ്യിലുള്ളത് കൊണ്ട് എന്ത് അനാവശ്യം വിളിച്ചു പറയാമെന്ന് കരുതണ്ട എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ശരി തന്നെയാണ്. പക്ഷേ ഞാൻ ചോദിക്കുന്ന ഇപ്പോൾ ഈ ഇടതു മുന്നണിക്കകത്ത് ഉണ്ടായിരിക്കുന്ന അഭിപ്രായ ഭിന്നത അത് കാണുമ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ചോദിച്ചുകൂടാ എന്നാണ്. ഇപ്പോൾ ഒരു ADGP ഒരു RSS മേധാവിയെ കണ്ടത് വലിയ വിഷയമാക്കിയിരിക്കുക. അത് CPM എന്ന് പറയുന്ന ഇടതുമുന്നണിയെ നയിക്കുന്ന CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നത് അങ്ങനെ കണ്ടിട്ട് എന്ത് കുഴപ്പം? അങ്ങനെ കണ്ടാൽ എന്താ കുഴപ്പം? ഒരു ഉദ്യോഗസ്ഥൻ ആരെയെങ്കിലും പോയി കണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ പാർട്ടിക്ക് എന്ത് പ്രശ്നം? അത് പാർട്ടിക്ക് അതിൽ ഒരു ഇടപെടൽ നടക്കാനില്ല, അതിൽ യാതൊരു കുഴപ്പവും ഞാൻ കാണുന്നില്ല എന്നാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത്. ഓക്കെ, ശരി, അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. കാരണം ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹം ആരെയെല്ലാം പോയി കാണുന്നു, അയാളുടെ ജീവിത കാലഘട്ടത്തിൽ എപ്പോഴും അയാൾ ഈ പാർട്ടിക്ക് ഇഷ്ടമല്ലാത്തവരെ പോയി കണ്ടുകൂടാന്ന് പറയാൻ പറ്റില്ലല്ലോ. ഒരു വ്യക്തിക്ക് വ്യക്തി സ്വാതന്ത്ര്യമുണ്ടല്ലോ. അങ്ങനെ കണ്ടു എന്ന് പറയുന്നത് ശരി തന്നെയാണ്. എന്നാൽ അതേസമയം തന്നെ അതിലെ ഘടകകക്ഷിയായ CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുന്നത് ADGP-യെ ഈ RSS മേധാവിയെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് അനാവശ്യമാണ്, അത് ഇടതുപക്ഷ നയമല്ല, അത് കമ്മ്യൂണിസ്റ്റ് നയമല്ല, അത് ഇങ്ങനെ ഇടത് ഗവൺമെന്റ് ഇരിക്കുമ്പോൾ അതിൻ്റെ പരമോന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു ADGP അങ്ങനെ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹം അത് ഉണ്ടെന്ന് പറഞ്ഞിട്ടുമുണ്ട്. ഞാൻ ഈ പറയുന്ന ആളിനെ ഞാൻ പോയി കണ്ടിട്ടുണ്ട്, സന്ദർശിച്ചിട്ടുണ്ടെന്ന് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മുന്നിൽ സമ്മതിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ആ സ്ഥിതിക്ക് അത് അനാവശ്യമാണ്, അത് അന്വേഷിക്കണം, അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. എന്താണ് അവരവിടെ പറഞ്ഞത്, എന്തൊക്കെയാണ് അവിടെ സംസാരിച്ചത്, അത് അറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ആകാംക്ഷയുണ്ട്. ഞങ്ങൾക്കും CPI-ക്കും അതിൽ ആകാംക്ഷയുണ്ട്. അത് പുറത്തു വരണം, അത് അന്വേഷിക്കണം എന്ന് ബിനോയ് വിശ്വവും പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതെങ്ങനെ ചേരും? ADGP-യെ കണ്ടത്, ADGP ഒരു രാഷ്ട്രീയ നേതാവിനെ അല്ലെങ്കിൽ ഒരു സംഘടനാ നേതാവിനെ കണ്ടത് അത്ര വലിയ കാര്യമൊന്നുമില്ല, അതിനകത്ത് വലിയ പ്രശ്നമൊന്നുമില്ല, ഞങ്ങളുടെ പാർട്ടിക്ക് അതിനകത്ത് വലിയ വിഷയമൊന്നുമില്ല, അത് അയാൾക്ക് ആരെ വേണേ കാണാം എന്ന് CPM സംസ്ഥാന സെക്രട്ടറി പറയുമ്പോൾ CPI സംസ്ഥാന സെക്രട്ടറി പറയുന്നു അങ്ങനെ കാണാൻ പാടില്ല, കണ്ടെങ്കിൽ അത് എന്ത് സംസാരിച്ചു എന്നറിയാൻ ഞങ്ങൾക്ക് ആകാംക്ഷയുണ്ട്, ഞങ്ങൾക്ക് അവകാശമുണ്ട്, ജനങ്ങൾക്കും ആകാംക്ഷയുണ്ട് എന്ന് പറയുമ്പോൾ ഇടതു മുന്നണിക്കകത്ത് ഭിന്നത ഉണ്ട് എന്ന് പറയാതിരിക്കാൻ എങ്ങനെ കഴിയും? ഇടതു മുന്നണിക്കകത്ത് രൂക്ഷമായ ഒരു ഛിന്ന ഭിന്നത ഉണ്ട് എന്ന്, കാരണം ഒരു കൂട്ടർ ഉത്തരവാദിത്തം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയുമോ? മാത്രമല്ല മറ്റു ഘടകകക്ഷികളും പറയുന്നു, ADGP മാണി കോൺഗ്രസ് 2 ദിവസം പറഞ്ഞു അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കുക തന്നെ വേണം, അതിൽ എന്തൊക്കെയാണെന്ന് അന്വേഷണം നടക്കുന്നുണ്ടല്ലോ, വരട്ടെ, പുറത്തു വരട്ടെ, അങ്ങനെ കാണാൻ കഴിയുമോ എന്നൊക്കെ മാണി കോൺഗ്രസ് ഈ ഘടകകക്ഷിയായി പറയുന്നുണ്ട്. മറ്റ് ഘടകകക്ഷികൾ വലിയ ശക്തരല്ലാത്തതുകൊണ്ടായിരിക്കും അവരൊന്നും വലിയ മിണ്ടാതെയും പറയാതെയൊക്കെ അങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ്. ഈ പ്രധാനപ്പെട്ട 3 പ്രധാന കക്ഷികൾ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, ഇങ്ങനെ കാണുന്നത്. CPM-ന് അതിനകത്ത് ഒരു പ്രശ്നമില്ല. എന്നാൽ ഈ മുഖ്യമന്ത്രി പറഞ്ഞു വിട്ടിട്ടാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഈ പറയുന്ന ആളിനെ കണ്ടത്, RSS മേധാവിയെ കണ്ടത് എന്ന് പ്രതിപക്ഷ നേതാവ് ആരോപണം ഉന്നയിക്കുമ്പോൾ മുഖ്യമന്ത്രി അക്കാര്യത്തിൽ മിണ്ടാതെ, പറയാതെ, അഭിപ്രായമില്ലാതെ ഇരിക്കുകയും ചെയ്യുന്നു. ഒന്നുകിൽ മുഖ്യമന്ത്രിക്ക് അതിനകത്ത് പറയാം പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണം ശരിയല്ല, ഞാൻ അങ്ങനെ ആരെയും എൻ്റെ ദൗത്യം ഏൽപ്പിച്ച് ആരെയും പറഞ്ഞു വിട്ടിട്ടില്ല, ഈ ഉദ്യോഗസ്ഥൻ ഈ പറയുന്ന ആളിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ആ ഉദ്യോഗസ്ഥന് മാത്രമാണ്, അതിൻ്റെ വിശദീകരണം തരേണ്ടത് ഉദ്യോഗസ്ഥന് മാത്രമാണ്, അതിൽ എന്നെ കയറി പിടിക്കരുത്, ഞാൻ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ആർക്കും കയറി കൊട്ടാവുന്ന ആളല്ല മുഖ്യമന്ത്രി, അതുകൊണ്ട് പ്രതിപക്ഷ നേതാവിൻ്റെ അഭിപ്രായത്തെ ആരോപണത്തെ അത് ഞാൻ പരിപൂർണമായും തള്ളുന്നു എന്ന് മുഖ്യമന്ത്രിക്ക് പറയാം. പക്ഷെ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി ഇതുവരെയും ഈ ADGP എന്തിനു പോയി എന്ന് പറയാനുള്ള ഉത്തരവാദിത്തപ്പെട്ടവനാണ്. കാരണം അദ്ദേഹത്തിൻ്റെ വകുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ് ഈ ADGP MR അജിത് കുമാർ എന്ന് പറയുന്നത്. ഈ ADGP എവിടെ പോയാലും
കൃത്യമായ സർക്കാർ രേഖയുള്ളതാണ്. ഇന്റലിജൻസ് വിഭാഗം, സ്പെഷ്യൽ ബ്രാഞ്ച് വിഭാഗം അദ്ദേഹം പോകുന്ന സ്ഥലങ്ങൾ വ്യക്തമായിട്ട് അറിയുന്നതാണ്. ഇപ്പോൾ അറിയുന്നത് ഈ സ്പെഷ്യൽ ബ്രാഞ്ചുകാർ കൃത്യമായിട്ടും ADGP ഈ പറയുന്ന ആളിനെ തൃശ്ശൂരിലെ ഒരു ഹോട്ടലിൽ വെച്ച് RS നേതാവിയെ കണ്ടു എന്നത് അപ്പോൾ തന്നെ ഈ സ്പെഷ്യൽ ബ്രാഞ്ചുകാർ ഇന്റലിജൻസിന് വിവരം കൊടുത്തു കഴിഞ്ഞു. ഇന്റലിജൻസ് അത് മുഖ്യമന്ത്രിക്ക് അറിയിപ്പും കൊടുത്തു കഴിഞ്ഞു. അന്നന്ന് ഓരോ ദിവസവും മുഖ്യമന്ത്രിക്ക് അന്നത്തെ വിവരങ്ങൾ അറിയിച്ചു കൊടുക്കണം. അത് അറിയിച്ചു കഴിഞ്ഞു. പക്ഷെ അന്ന് അത് കേട്ടിട്ടും അന്ന് മിണ്ടിയിട്ടും ഈ ADGPയെ വിളിച്ച് ശാസിക്കുകയോ കാര്യങ്ങൾ ചോദിക്കുകയോ ചെയ്തതായിട്ടോ മുഖ്യമന്ത്രി മിണ്ടുന്നില്ല. അങ്ങനെ ഒരു വിവരങ്ങളും പുറത്തു വരുന്നുമില്ല. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ടും ഇതൊക്കെ അറിഞ്ഞിട്ടും മിണ്ടാതിരിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഭരണാധികാരിക്ക്, ഇടതുമുന്നണിക്ക് ഭരണാധികാരിയോടുള്ള ആ കൺട്രോള്, ആ കടിഞ്ഞാൻ ഇടതുമുന്നണിക്ക് നഷ്ടമായിരിക്കുന്നു, പാർട്ടിക്കും നഷ്ടമായിരിക്കുന്നു. അത് പാർട്ടിക്കും ദോഷമായിരിക്കുന്നു, ഇടതുമുന്നണി ശിഥിലമാകുന്നു എന്നതിൻ്റെ തെളിവും കൂടിയാണ് ഇപ്പോൾ ഒരു വിഷയത്തിൽ രണ്ട് അഭിപ്രായം രണ്ട് ഘടകകക്ഷികൾ പറഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഇടതുമുന്നണി ശിഥിലമാകുന്നത് ചോദിക്കാതിരിക്കാൻ കഴിയില്ല.